എന്താണ് അച്ഛനമ്മേനെയും കുറിച്ചുള്ള നിങ്ങളെ ഒരു കാഴ്ചപ്പാട് പറയണം. ഹായ്, അപ്പോ ഇപ്പൊ ഞാനുള്ളത് കൗവായിലാണ്. നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഒരു സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെയും അമ്മേന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂര് ബാംബു ഫ്രഷ് ഹോട്ടലിലാണുള്ളത്. 31ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞാനും ഏട്ടനും കുഞ്ഞും പിന്നെ നിധി കോഴിക്കോട് നിന്നും വന്നിട്ടുണ്ട്. സുബി വന്നിട്ടില്ല. മോൻ പിന്നെ ഇവിടെ കളിക്കേണ്ട ഒരു ഏരിയ കണ്ടതുകൊണ്ട് ഓൻ അങ്ങോട്ടേക്ക് പോയി. ഐസ്ക്രീം വേണ്ട മോനെ? ഐസ്ക്രീം അപ്പൊ നിങ്ങൾക്ക് അച്ഛനമ്മേനെ കുറിച്ച് പറയാനുള്ളത്, ഞാനിത് ആദ്യമേ ചോദിക്കാത്തൊരു ചോദ്യമാണ്, പെട്ടെന്നുള്ള ചോദ്യം. അപ്പോ ഒരു എന്താണ് അച്ഛനമ്മേനെ കുറിച്ചുള്ള നിങ്ങളെ ഒരു കാഴ്ചപ്പാട് പറയണം. അച്ഛനമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ നമ്മളെ വീട്ടിലെ വാസമാണ്. പക്ഷെ അമ്മ ഒരു ടെറർ ആ ഒരു ലെവലാണ് ആള്. പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ ആളൊരു വാവാണ്. പിന്നെ എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരു കുഴപ്പമില്ല. പൈസയൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് തരും. പിന്നെ അതിനടുത്തുള്ള പറയും. നമ്മളെ ചെറുപ്പം തൊട്ടേ അമ്മ നാടൻ പണികൾക്കെല്ലാം പോകുന്ന ഒരാളാണ്. കൂലിപ്പണിക്ക് ഇപ്പോൾ ഓരോ വീടുകളിൽ വീട്ടുപണിയായിട്ടും അതുപോലെ മണ്ണ് കല്ല് വാരല് കല്ല് തലയിൽ ചുമന്ന് കൊണ്ടുപോകല് അങ്ങനെയുള്ള എല്ലാ അങ്ങനെ വീട്ടില് കുറെ ജോലി ചെയ്യുന്നത്
മുസ്ലിംസ് ഫാമിലിയിൽ അധികം അമ്മ ചെയ്യല്. അപ്പോൾ അങ്ങനെ അമ്മക്ക് നല്ല ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മുസ്ലിംസ് ഫാമിലി നമ്മളെ ഫാമിലി പോലെ തന്നെ അവർ നമ്മളെപ്പോൾ ഇപ്പോൾ ഉണ്ട്. എന്ത് ആവശ്യം വന്നാലും അത്യാവശ്യത്തിന് എന്ത് ചോദിച്ചാലും അവർ അമ്മക്കെടുത്ത് കൊടുക്കും. ആ ഒരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്തിട്ട് അമ്മ ഇപ്പം കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഭാവിയിലേക്ക് നമ്മളെ അമ്മ ഇല്ലെങ്കിൽ തന്നെ നമ്മളവരായിട്ട് ചിലപ്പം ഒന്നും ബന്ധം ഉണ്ടാവണമെന്നില്ല. എന്നാലും ഇപ്പോൾ അമ്മ ഇല്ലടത്തോളം കാലം നല്ലൊരു റിലേഷൻ ഉണ്ട്. അവർ അമ്മയും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് അവരും അമ്മയും തമ്മിലല്ലേ. നമുക്ക് ഫുഡ് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ നമുക്ക് ഫുഡ് കിട്ടും. അതന്നെ നമുക്ക് അത്യാവശ്യത്തിൻ്റെ ഫുഡൊക്കെ എല്ലാം എന്താ വേണ്ടത് വെച്ചാൽ അവരിപ്പോൾ അവരെ ഫാമിലി ആയാലും ദുബായിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ പിന്നെ പിസ്ത നമുക്ക് പൈസ കൊടുത്തിട്ട് സ്പ്രേ വാങ്ങേണ്ടി വന്നിട്ടില്ല ഇത്രയും വർഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മള് പിന്നെ നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിക്കുന്ന പോലെ ബിരിയാണി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ അമ്മ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് അവര് തരുന്ന ഫുഡാണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ അതാണ് നമ്മൾ കഴിച്ചു തുടങ്ങിയത്. അതാണ് പിന്നെ അതന്നെ നമ്മളെ അവര് ഫുഡാക്കി നമുക്ക് അതിന്റെ ഒരു ഭാഗം നമുക്കും അത് അമ്മ അവരോട് അത്രത്തോളം നല്ലൊരു റിലേഷൻ ഉണ്ടായതുകൊണ്ട് ഒരു പ്ലസ് പോയിന്റ് ആണ് നമുക്ക് അമ്മനെ കുറിച്ച് പറയുമ്പോൾ. സ്കൂളിലെ എല്ലാ കാര്യത്തിനും അച്ഛനാന്നുണ്ടാവില്ല. ഇപ്പൊ ഇവര് ടെററാണെങ്കിൽ എനക്കല്ല. ഇപ്പൊ പിന്നെ അത് പൊതുവെ പെൺമക്കൾക്ക് അച്ഛനോടും ആൺമക്കൾക്ക് അപ്പോ പിന്നെന്താ പിന്നെ ഈ സ്കൂളിൽ എന്ത് പിന്നെ ആക്ടിവിറ്റീസും ഈ വർക്ക് എക്സ്പീരിയൻസ് അപ്പൊ അതിനെല്ലാം നിന്നെ ഹെൽപ്പ് ചെയ്തത് അച്ഛൻ തന്നെയല്ലേ? വാസു എന്ന് പറയുന്ന ആളെന്നല്ലേ ഹെൽപ്പ് ചെയ്തത്? ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. UP സ്കൂൾ പഠിക്കുമ്പോഴാണ്. അതിൽ എന്നിട്ട് എനിക്ക് അച്ഛനാന്ന് പഠിപ്പിച്ചു തന്നെ. അതിന്റെ ഞാൻ എന്തോ കോളിംഗ് ബെല്ല അങ്ങനെ എന്തോ ആണ് ആക്കിയിട്ടുണ്ട്. അല്ല ലൈറ്റ് കത്തിക്കുന്നത്. എന്നിട്ട് എൻ്റെ ലൈറ്റ് കത്തിയിട്ടില്ല, കത്തിപ്പോയി. സംഭവം പുകയിലും വന്നു. പക്ഷെ എനിക്കന്ന് തേർഡ് കിട്ടിയില്ല. അന്ന് നമ്മൾ 3 ആളെ ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് തേർഡ് കിട്ടി. പിന്നെ അത് UP സ്കൂളിൽ LP സ്കൂൾ അങ്ങനെ എന്തോ പഠിക്കുമ്പോഴാണ്, ചെറുപ്പത്തിലാണ്. അച്ഛനായിട്ടുള്ള രീതിയിലല്ല നമ്മളെ വളർത്തിയത്. അതായത് അച്ഛൻ നല്ല പിന്നെ എന്താ പറയാ മക്കളെ ഇഷ്ടത്തിനുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അച്ഛൻ വളർത്തിയത്. അല്ലാണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എന്ന് കരുതി സ്ട്രിക്റ്റ് അല്ല എന്നല്ല, സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആ ഒരു ഇത് തന്നെയാണ് അച്ഛനുള്ളത്. പിന്നെ പഠിക്കേണ്ട കാര്യത്തിലായപ്പോൾ അങ്ങനെ കർക്കശക്കാരനൊന്നും അല്ല. പഠിക്കേണ്ടതിന് നമുക്കറിയാത്ത പോർഷൻസ് എല്ലാം അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. +2 ആ ഒരു ഏജിൽ +2 പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ ബാൻഡിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഈ മ്യൂസിക്കൽ ബാൻഡ്. അപ്പോൾ അതിന് ഈ ബാൻഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മളെ ക്ലബ്ബ് അങ്ങനെ പൈസ ഇടുന്ന സമയം ഉണ്ടായി. അപ്പോൾ നമ്മൾ പൈസ ഇട്ട സമയത്ത് എല്ലാവരും പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രം പൈസ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ കാര്യം പറഞ്ഞ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ആദ്യം നോ പറഞ്ഞു. പിന്നെ അച്ഛനോട് ഒന്നുകൂടി നിർബന്ധിച്ചപ്പോൾ അച്ഛൻ ഓക്കെ അത് ചെയ്തോ, പൈസ ഞാൻ തരാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അച്ഛനെ കുറിച്ച് ചെറിയ പെട്ടെന്ന് ഓർത്തെടുത്ത് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ എല്ലാം ഓർമ്മ. അത് അടുത്തുള്ളതല്ല, കുറച്ചും കൂടി പഴയ ഒരു സമയമാണ്. അത് +2 ആ ഒരു സമയത്ത്. ഇപ്പം സുബി വരാത്തോണ്ട് സുബിക്കുള്ള ഫുഡ് അച്ഛൻ പാഴ്സൽ വാങ്ങിയത്. ഓന് വേറെ പ്രോഗ്രാമായിട്ട് പോയിട്ടുണ്ടായത്, അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. എന്താ വാങ്ങിയേ? അൽഫാമും കുബൂസും. പോയിട്ട് വരാം. ചുമ